ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ പറ്റിയത്, കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ എന്ന്. ഇതിന് മറുപടി പറയുന്നത് സച്ചിയാണ്. സച്ചി നല്ലോണം ചൂടാകുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യം അച്ഛൻ ഹോസ്പിറ്റലിലാവാൻ കാരണം നിങ്ങളാണ്, ഇപ്പോൾ നിൻ്റെ ഭാര്യ കാരണം വീണ്ടും ഹോസ്പിറ്റലിലായിരിക്കുവാന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അതിന് വർഷം എന്താണ് ചെയ്തത്. അതിന് സച്ചി മറുപടിയൊന്നും പറയുന്നില്ല. സച്ചി വെറുതെ ചൂടായിക്കൊണ്ടിരിക്കുവാണ്. രേവതി ഇപ്പോൾ ഒന്നും മിണ്ടാണ്ടിരിക്കും സച്ചി ഏട്ടാ, ഹോസ്പിറ്റലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും സച്ചി കേൾക്കുന്നില്ല. അപ്പോൾ അച്ഛൻ മാസ്ക് ഊരി പറയാൻ പോകുന്നുണ്ടോന്ന് മിണ്ടാണ്ടിരി സച്ചി എന്ന് പറയുമ്പോഴേക്കും അച്ഛനെ വീണ്ടും ബുദ്ധിമുട്ട് വരുവാണ്. അപ്പോൾ എല്ലാവരും കൂടി മാസ്ക് ഒക്കെ കയറ്റി വെച്ച് കൊടുക്കും. പിന്നെ ബാക്കി ചന്ദ്രയാണ് പറയുന്നത്, വർഷ വീട് മുഴുവൻ മൊസ്കിറ്റോ സ്പ്രേ അടിച്ചു, അതിൻ്റെ മണം അച്ഛനെ പിടിക്കാനിട്ടാണ് അച്ഛനെ വീണ്ടും ബുദ്ധിമുട്ട് വന്നതെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല. പിന്നെ രേവതി പറയും, ഞാൻ പറഞ്ഞു അവളോട് അടിക്കല്ലേ എന്ന്, പക്ഷേ അവൾ അതൊന്നും കേട്ടില്ല, വീട് മൊത്തം അടിച്ചു എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, എൻ്റെ അച്ഛനെന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടാളും ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നാനേ എന്ന് പറഞ്ഞ് വീണ്ടും ചൂടാകുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, എടാ ശ്രീകാന്തേ, നീ അവളെ കുറച്ച് ബുദ്ധിയൊക്കെ ഉപദേശിക്കേ, അവളെ ഒന്നും ഞങ്ങളൊന്നും പറഞ്ഞാൽ അവൾ കേൾക്കുന്നില്ല എന്ന് ചന്ദ്ര വളരെ വിഷമത്തോടെ തന്നെ പറയുന്നുണ്ട്. ശ്രീകാന്ത് ഇതൊക്കെ കേട്ട് വളരെ വിഷമത്തോടെ നിൽക്കുവാണ്. പിന്നെ നമ്മുടെ ഫൈനൽ ബില്ല് വരും. ഡിസ്ചാർജ് ബില്ല് വരുമ്പോഴേക്കും സച്ചി 15,000 രൂപയാണ് ബില്ല്, എങ്ങനെ അടക്കുമെന്നൊക്കെ ഓർത്ത് വിഷമിച്ച് നിൽക്കുവാണ് സച്ചി. അപ്പോൾ രേവതി പറയും, ബാങ്ക് ഏതെങ്കിലും തുറന്നിട്ടുണ്ടാവുമല്ലോ, ഈ താലിമാല നമുക്ക് പണയം വെക്കാമെന്ന് പറയുമ്പോൾ സച്ചി പറയും, ഇത് കഴുത്തിലിട്ടേലേ ഉള്ളൂ, അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഏതെങ്കിലും കൂട്ടുകാരനെ വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുവാണ്. അപ്പോൾ മഹേഷ് പറയും, എൻ്റെ കയ്യിൽ കാശുണ്ട്, നീ കൊണ്ടേ അടക്കുമെന്ന് പറഞ്ഞ് കാശ് നീട്ടും. അപ്പോൾ സച്ചി ചോദിക്കും, നിൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് ഈ കാശ്, അതൊന്നും നീ ഇപ്പോൾ അറിയണ്ട, അച്ഛൻ്റെ കാര്യമല്ലേ, നീ കൊണ്ടേ പൈസ അടക്കുമെന്ന് പറയുമ്പോൾ സച്ചി മേടിക്കാതെ നിൽക്കും. അപ്പോൾ മഹേഷ് ബില്ല് മേടിച്ച് മഹേഷ് തന്നെ അടക്കാൻ വേണ്ടി പോകുവാണ്. സച്ചിക്കും രേവതിക്കും വളരെയധികം സങ്കടമാവും സന്തോഷമാവും, കാരണം മഹേഷിനെ പോലൊരു കൂട്ടുകാരൻ കിട്ടിയത് ഭാഗ്യമായി കരുതുവാണ്. പിന്നെ ഡിസ്ചാർജായി രവി വീട്ടിൽ വരുമ്പോഴേക്കും നമ്മുടെ വർഷ വന്ന് ചോദിക്കുവാണ്, അങ്കിൾ ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജായോ, ഞാൻ ഓർത്തു 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ എന്ന്. അപ്പോൾ കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലേ എന്ന് വർഷ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരും. അപ്പോൾ സച്ചി ചൂടാവും, നിനക്കെന്താ കാര്യമായിട്ട് എന്തെങ്കിലും പറ്റണമായിരുന്നോ, അതിനു വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ വർഷ ചോദിക്കും, അതിന് ഞാൻ എന്ത് ചെയ്തു. അപ്പോൾ മൊസ്കിറ്റോ സ്പ്രേ അടിച്ചതാ കാരണം എന്ന് അമ്മയൊക്കെ പറയും. അപ്പോൾ വർഷ പറയും, എല്ലാവരുടെയും നല്ലതിന് വേണ്ടി ചെയ്തതല്ലേ, അത് ഇത്ര വലിയ തെറ്റാണോ എന്നൊക്കെ പറയും. സച്ചി അപ്പോൾ നല്ലോണം ചൂടാവുന്നുണ്ട്. സച്ചിയും വർഷയും കൂടി നല്ല വഴക്കാണ്. ചന്ദ്ര ഉപദേശിക്കാൻ നോക്കും, മോളെ അച്ഛനെ ചുമ തുമ്മലൊന്നും വരാൻ പാടില്ലല്ലോ, അപ്പോൾ മൊസ്കിറ്റോ സ്പ്രേ കടിക്കണേക്ക് മുമ്പേ എന്നോടൊന്ന് ചോദിക്കായിരുന്നു എന്ന് ചന്ദ്ര പറയുമ്പോൾ വർഷ ചൂടാവും. ഇവിടെ എന്ത് ചെയ്യണമെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും നിങ്ങളുടെയൊക്കെ പെർമിഷൻ മേടിക്കണമെന്ന് വർഷ തിരിച്ച് ചോദിക്കുവാണ്. ചന്ദ്ര ആകെ ചമ്മിപ്പോകും വർഷ ഇങ്ങനെ പറയുമ്പോൾ. ശ്രുതി പറയും, നിനക്ക് നിൻ്റെ മുറിയിൽ മാത്രം അടിച്ചാൽ പോരേ, ഇങ്ങനെ എല്ലാം അടിച്ചാൽ അച്ഛനോ അതല്ലേ ബുദ്ധിമുട്ടായെന്നൊക്കെ പറയുമ്പോൾ വർഷക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സച്ചിയും ചൂടാവുന്നുണ്ട്. അപ്പോൾ വർഷ പറയും, ഈ സച്ചിയോടൊന്നും മിണ്ടാണ്ടിരിക്കാൻ പറ, എൻ്റെ വായിന്ന് നല്ലത് കേൾക്കും, എത്രയാ ചിലവായെന്ന് പറഞ്ഞാൽ ഞാൻ കാശ് തരാം, കാശല്ലേ നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ സച്ചി ഒന്നുകൂടെ ചൂടാവും, നിൻ്റെ പണത്തിൻ്റെ അഹങ്കാരം എൻ്റെ കയ്യിൽ എടുക്കണ്ട, എൻ്റെ അച്ഛൻ എന്തെങ്കിലും ആയെങ്കിൽ ഞാൻ നിനക്കിട്ട് നല്ല അടി തന്നാൽ, കുറേ ചൂടാവും സച്ചി വർഷയോട്. അപ്പോൾ എല്ലാവരും കൂടി അച്ഛനെ പിന്നെയും ബുദ്ധിമുട്ടാവും. അച്ഛൻ പറയും, എല്ലാവരും ഒന്നും മിണ്ടാണ്ടിരിക്കുക, എനിക്കൊന്ന് കുറച്ച് നേരം കിടക്കണം എന്ന് പറയുമ്പോൾ സച്ചി ഹോളിൽ പോയി ബെഡ് എടുക്കുവാണ്. അപ്പോൾ ചന്ദ്ര വന്ന് ചൂടാവും, എടാ നീ ബെഡ് ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, ഞങ്ങളെ പായി കിടത്താനുള്ള പണിയാണോ എന്നൊക്കെ ചോദിച്ച് ചൂടാവും. നിൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ബെഡ് ഇല്ലാണ്ട് കിടക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി നല്ലവണ്ണം തിരിച്ചു പറയും, നിങ്ങളുടെ നാക്ക് ചൊറിയുന്നുണ്ടെങ്കിൽ വല്ല പച്ചമുളക് എടുത്ത് കടിക്കുക, എന്ത് പറഞ്ഞാലും ചുറ്റിത്തിരിഞ്ഞ് എൻ്റെ മിക്കിട്ട് തന്നെ വരും, നിങ്ങൾക്ക് എന്താ എന്നെ കാണുമ്പോൾ ആവുന്നതെന്നൊക്കെ ചോദിച്ച് രേവതി ചീത്ത പറയുന്നുണ്ട് നല്ലോണം തിരിച്ച്. അപ്പോഴേക്കും സച്ചി ബെഡ് എടുത്തിട്ട് പറയും, നമുക്ക് ഈ ബെഡ് നമ്മുടെ മുറിയിൽ കൊണ്ടുപോയിടാം, അച്ഛൻ ഇനി മുറിയിൽ കിടക്കട്ടെ, അവിടെ ആരും മൊസ്കിറ്റോ സ്പ്രേ ഒന്നും അടിക്കാൻ വരില്ലല്ലോ എന്ന് പറയുമ്പോൾ രവി പറയുന്നുണ്ട്, വേണ്ടടാ എനിക്ക് ബെഡ് മുറിയൊന്നും വേണ്ട, ഞാൻ അവിടെ തന്നെ കിടന്നോളാം എന്ന് പറയുമ്പോൾ സച്ചി സമ്മതിക്കുന്നില്ല, വേണ്ട അച്ഛ, അച്ഛനിനി മുറി കിടന്നാൽ മതി എന്ന് പറയും. അപ്പോൾ രേവതി പറയും, ബെഡ് കൊണ്ടുപോകാൻ വരട്ടെ. അപ്പോൾ ചന്ദ്രക്ക് പിന്നെയും ദേഷ്യം വരും, ഓ കണ്ടോ അവൾക്ക് നമുക്ക് മുറി തന്നെ അവൾക്ക് ഇഷ്ടമല്ല, അത് അവളെ ബെഡ് എടുക്കാൻ സമ്മതിക്കാത്തതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, ഞാൻ എന്തെങ്കിലും പറയണത് ഫുൾ ആക്കുന്നതിന് മുമ്പ് കയറി പിടിക്കല്ലേ, എനിക്ക് സംസാരിക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് പറയും, മുറി നിറച്ചും പൊടിയാണ്, അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ബെഡ് കൊണ്ടേ ഇടാം സച്ചിയേട്ടാന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ട് പോകുവാണ്. ചന്ദ്രക്കാണെങ്കിൽ നല്ല സന്തോഷമാവും, കാരണം കുറേ നാളായല്ലോ മുറി വേണം എന്ന് പറഞ്ഞ് ഇരിക്കുന്നത്. അപ്പോൾ മുറി കിട്ടിയപ്പോഴേക്കും ചന്ദ്രയുടെ മുഖത്തെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പിന്നെ നമ്മുടെ അച്ഛൻ എല്ലാവരും കൂടി മുറിയിൽ കൊണ്ടുപോയി കിടത്തുവാണ്. അപ്പോൾ ശ്രീകാന്ത് സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയും, നീ സോറി ഒന്നും പറയണ്ട, നീ പോയി നിൻ്റെ ഭാര്യയെ സമാധാനിപ്പിക്കുക, അവൾക്ക് നല്ല ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ടോ, നീ അങ്ങോട്ട് പോയി അവളെ സമാധാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ചന്ദ്രയും രവിയും കൂടി ശ്രീകാന്തിനെ മുറിയിലോട്ട് വിടുവാണ്. വർഷയാണെങ്കിൽ ശ്രീകാന്തിനോട് അപ്പോൾ ചൂടാകുവാണ്, നിൻ്റെ ചേട്ടനോട് മര്യാദക്ക് മിണ്ടാതിരിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ വാലിരിക്കുന്നതൊക്കെ കേൾക്കും എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുവാണ്, നീ ചെയ്തതും നല്ലതൊന്നല്ലല്ലോ, നീ ചെയ്തിട്ടല്ലേ സച്ചിയേട്ടൻ ചീത്ത പറഞ്ഞെന്ന് പറയുമ്പോൾ വർഷക്കൊന്നൂടെ ദേഷ്യം വരും, നീ നിൻ്റെ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുവാണല്ലേ എന്ന് ചോദിച്ച് വർഷയും ചീത്ത പറയുന്നുണ്ട്.
ശ്രീകാന്തിൻ്റെ ഭാര്യയാണ് സച്ചിയേട്ടൻ ചീത്ത പറഞ്ഞത്. അപ്പോൾ ശ്രീകാന്ത് അവിടെ സ്റ്റാച്ചു പോലെ നിൽക്കുമായിരുന്നില്ലേ, എന്നെ സപ്പോർട്ട് ചെയ്തൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വർഷ ചൂടാവുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയും, നീ പഠിച്ച പെണ്ണല്ലേ, നിനക്കറിയില്ല ഇങ്ങനത്തെ മണങ്ങളൊന്നും ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു വ്യക്തിക്ക് പറ്റൂലെന്ന്. അപ്പോൾ വർഷ പറയും, ഞാൻ എഞ്ചിനീയറിംഗാണ് പഠിച്ചത്, അല്ലാണ്ട് MBBS അല്ല എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയും, അത് മനസ്സിലാക്കാൻ കുറച്ച് കോമൺ സെൻസ് മതി, അല്ലാണ്ട് മെഡിസിൻ തന്നെ MBBS തന്നെ പഠിക്കണം എന്നില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് ഇങ്ങനെ പറയൂ, ശ്രീകാന്ത് ചേട്ടനെ കണ്ടല്ലേ പഠിക്കുന്നതെന്ന് പറഞ്ഞ് വർഷ ഡോറ് തുറന്ന് അങ്ങോട്ട് പോകുവാണ്. ശ്രീകാന്ത് അപ്പോൾ തടയാൻ നോക്കുന്നുണ്ട്, ഇനിയും പ്രശ്നം ഉണ്ടാക്കാൻ പോകുവാണോ എന്നോർത്ത്. മുറി കിട്ടിയ സന്തോഷത്തിലാണ് നമ്മുടെ ചന്ദ്ര. അപ്പോഴേക്കും വർഷ അവിടെ കയറി വന്നിട്ട് രവിനോട് സോറി പറയും, അങ്കിളെ ഞാൻ അറിയാണ്ട് ചെയ്തതാ, കൊതുകടിച്ച പല അസുഖങ്ങളും വരുമല്ലോ, അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതാന്നൊക്കെ പറയും. സ്പ്രേ അടിച്ചത് അങ്കിളിൻ്റെ മെഡിക്കൽ കണ്ടീഷൻ ഞാൻ ഓർത്തില്ല പെട്ടെന്നൊക്കെ പറഞ്ഞ് സോറിയൊക്കെ പറയും വർഷ. അപ്പോൾ ചന്ദ്രക്ക് നല്ല സന്തോഷമാവും. അത് കഴിഞ്ഞ് ശ്രീകാന്തും വർഷയും പോവും. അപ്പോൾ ചന്ദ്ര പറയും, കണ്ടോ അവൻ കണ്ടുപിടിച്ച പെൺകുട്ടി നല്ല ഗുണമുള്ള പെൺകുട്ടിയാണ്, സോറിയൊക്കെ പറഞ്ഞു, പണക്കാരുടെ വീട്ടിലെ പെണ്ണായിട്ട് പോലും സോറി പറഞ്ഞു എന്ന് പറയുമ്പോൾ രവി പറയും, അതെന്താ പണക്കാരുടെ മക്കൾക്ക് സോറി പറയാൻ പാടില്ലേ എന്ന് ചോദിക്കും. അല്ല, ഞാൻ കണ്ടുപിടിച്ച മരുമോൾക്കും വർഷക്കും ഗുണങ്ങളുണ്ട്, ഗുണങ്ങളില്ലാത്തതാ രേവതിക്കാന്ന് പറഞ്ഞ് ചന്ദ്ര കുറ്റം പറയുവാണ് രേവതിയെ. അപ്പോൾ രവി പറയും, ഈ മുറി തന്നത് നമുക്ക് സച്ചിയും രേവതിയാണ്, വേറൊരു മക്കൾക്കും ഇങ്ങനെ തോന്നിയില്ലല്ലോ, അത് ഗുണങ്ങളില്ലാഞ്ഞിട്ടാണോ രേവതിക്ക് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രക്ക് പിന്നെയും ദേഷ്യം വരും. എന്നാൽ നിങ്ങളൊരു ത്യാഗിപ്പട്ട അവർക്ക് മേടിച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുവാണ് രവിയെ. അപ്പോൾ രവി പറയും, നിനക്ക് അവരുടെ ഗുണങ്ങൾ എത്ര പറഞ്ഞാലും മനസ്സിലാവൂല, നിന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് അതൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങോട്ട് എഴുന്നേറ്റ് പോകുവാണ്. ഇനി ബാക്കി എന്താവുമെന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, രാവിലെ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. എല്ലാവർക്കും നന്ദി.